Welcome to Mr. Unbox and Travel. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളിൽ ഒന്നാണ്. അതുകൂടാതെ Snapdragon 888 ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേതാണ് ഫോൺ എന്ന് പറഞ്ഞാൽ Xiaomiയുടെ Mi 11 5G. ഈ ഒരു സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളിലും കാര്യങ്ങളിലേക്കും കടക്കാം. ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് MIയുടെ 11 5G. ഹർമൻ കാർഡിൻ്റെ ആണ് സ്പീക്കർ, അതുപോലെ 108 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്യാമറ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിനകത്ത് വന്ന കാര്യങ്ങൾ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇതിൻ്റെ 55 വാട്ട്സിൻ്റെ സൂപ്പർ ചാർജറാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. ഏകദേശം 45 മിനിറ്റ് ഉണ്ട് നമ്മുടെ ഫോണിൻ്റെ ചാർജ് ഫുള്ളാവും. അതുപോലെ Type C to 3.5mm ഹെഡ്ഫോൺ ജാക്ക് കൂടെ ഉണ്ട്. പിന്നുള്ളത് Type A to Type C ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നുള്ളതൊരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് നമ്മുടെ ഫോൺ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ Mi 11 ഫോൺ വരുന്നത്. 3 ക്യാമറയാണ് പിറകിലുള്ളത്. അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ളൊരു ഫോണാണ്. എനിവേ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഡിസൈനിലേക്കും കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ മൊബൈൽ ഓൺ ആയിട്ടുണ്ട്. പ്രധാനമായിട്ടും 6 കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 കളർ നോർമൽ എഡിഷനും 3 കളർ സ്പെഷ്യൽ എഡിഷനായിട്ടും. ഹൊറിസോൺ ബ്ലൂ, ക്ലൗഡ് വൈറ്റ്, മിഡ് നൈറ്റ് ഗ്രേ, ഇവ 3മാണ് നോർമൽ എഡിഷൻ. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഹൊറിസോൺ ബ്ലൂ ആണ്. ഇനി സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്നത് ബ്ലൂ, ഗോൾഡ്, വയലറ്റ് ആണ് സ്പെഷ്യൽ എഡിഷനായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഡിസൈനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡി തിക്നെസ് വരുന്നത് 8.06mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഇത് ഈ ഒരു എഡിഷനാണ്. ഇനി ലെതർ എഡിഷൻ ആണെങ്കിൽ അത് 8.6mm ആയിട്ട് കുറച്ചും കൂടി തിക്കായിട്ട് വരും. എനിവേ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ Type C ചാർജിങ് പോർട്ട് കാണാം, സിം ട്രേ കാണാം, ഇവിടെ സ്പീക്കർ ഗ്രില്ല് കാണാം, മൈക്ക് കാണാം. റൈറ്റ് സൈഡിൽ വന്നാൽ നമുക്കിവിടെ പവർ ബട്ടണും വോളിയം അപ്പ് ആൻഡ് ഡൗൺ. സ്പീക്കർ ഗ്രില്ല് കാണാം, IR ബ്ലാസ്റ്റർ കാണാൻ കഴിയും. ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആണ്. നമുക്ക് പിറകിലേക്ക് വരികയാണെങ്കിൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമി മാറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒന്നും ഇതിൽ വരില്ല. അതുപോലെ സൈഡ് ഫ്രെയിം വരുന്നത് അലൂമിനിയം മെറ്റീരിയലാണ്. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ വിക്ടസ് ഗ്ലാസ് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അത്യാവശ്യം ഹാർഡായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ പിറക് സൈഡിൽ 3D കേർവ്ഡ് ഡിസൈൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 3D കേർവ്ഡ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു Mi 11 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Mi 11 ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡ്യുവൽ നാനോ സിം കാർഡാണ്. 2 സിം കാർഡും 5G സപ്പോർട്ടാണ്. നമുക്ക് മെമ്മറി കാർഡ് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ഫോണിൽ ഇല്ല. ഇനി ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.81 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 120 Hz ആണ് ഇതിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ഉള്ളത്. 480 ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. അതുകൂടാതെ ഇത് WQHD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. HDR10+ സപ്പോർട്ടാണ്. 900 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അത് 1500 nits വരെ മാക്സിമം അതിൻ്റെ പീക്കിൽ പോവുകയും ചെയ്യും. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഷാർപ്പായി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൽ വിഷ്വലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈവൻ 4K വീഡിയോസൊക്കെ നമ്മൾ ഈ ഒരു ഫോണിൽ കാണുകയാണെങ്കിൽ അതൊരു വേറെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷ്വലായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. കാരണം അത്രയും ഷാർപ്പാണ്. 2K റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള 515 ആണ് ഇതിൻ്റെ പിക്സൽ പെർ ഇഞ്ച് വരുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോസ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നതാണ്. Mi 11 പ്രധാനമായിട്ട് 3 മെമ്മറി വേർഷനാണ് വരുന്നത്. 8GB + 128, 8GB + 256, 12GB + 256. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇവിടെ ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ളത് 8GB + 128 ആണ്. ഇനി നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ 11 ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരുടെ തന്നെ MIUI വേർഷൻ 12.5.1 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ സൈഡിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ പ്രൊസസ്സർ സൈഡ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് പ്രൊസസ്സറായ Snapdragon 888ൻ്റെ 5nm ചിപ്സെറ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5G ചിപ്സെറ്റാണ്. ഇതിൽ തന്നെ ഒക്ടാ കോറിൽ 2.84 ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. Adreno 660 ആണ് ഇതിൻ്റെ GPU ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഹാർഡ്വെയർ സൈഡിൽ നോക്കുകയാണെങ്കിലും ഫ്ലാഗ്ഷിപ്പ് സ്പെസിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് Mi 11. അപ്പോൾ നമുക്ക് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ ഈ ഒരു ഫോണിനെ നമുക്ക് വിശേഷിപ്പിക്കാം.
ഇനി കണക്ടിവിറ്റി സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ ബ്ലൂടൂത്തിൽ 5.2 ആണ് വേർഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൈഫൈ 6 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൈഫൈ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് NFC എനേബിൾഡുമാണ് ഈ ഒരു MA11ൽ. ഇപ്പോൾ ചില രാജ്യങ്ങളിൽ NFC എനേബിൾഡ് ആണ്, ചില രാജ്യങ്ങളിൽ NFC എനേബിൾഡ് അല്ലാത്ത ഫോണുമായിരിക്കും ലഭിക്കുക. MA11ൻ്റെ ഏറ്റവും മികച്ച ഫീച്ചറിലൊന്നാണ് ഇതിൻ്റെ സ്പീക്കർ. ഇപ്പോൾ സ്റ്റീരിയോ സ്പീക്കറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹർമൻ കാർഡനാണ് ഇതിൻ്റെ സ്പീക്കർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഈ ഒരു സൗണ്ട് ക്വാളിറ്റിയിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശരിക്കും ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു റിവ്യൂ ലൈഫിൽ ഇത്ര ക്വാളിറ്റിയുള്ള ഒരു സ്പീക്കർ സത്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ സൗണ്ടാണ്. ശരിക്കും നമുക്ക് എന്താ പറയുക, അനുഭവിച്ചറിയേണ്ട അല്ലെങ്കിൽ കേട്ട് ഇരിക്കേണ്ട ആ ഒരു ശബ്ദം തന്നെയാണ് ഈ ഒരു MA11ൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ടാണ് MA11ൽ എനിക്ക് കേൾക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഹർമൻ കാർഡിൻ്റെ സ്പീക്കറാകുമ്പോൾ എന്തായാലും ആ ഒരു ഗ്യാരണ്ടി നമുക്കുണ്ടാവും. എനിവേ സ്പീക്കറിൻ്റെ സൈഡിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് തന്നെയാണ്. 4600 mAh's ബാറ്ററി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന ചാർജർ 55 വാട്ട്സിൻ്റെതാണ്. 0 to 100 ഫുൾ ചാർജ് ആകാൻ വെറും 45 മിനിറ്റ് മാത്രമേ ഇത് എടുക്കുകയുള്ളൂ. അതുകൂടാതെ 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിലുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ വയർലെസ് ചാർജർ യൂസ് ചെയ്താൽ നമുക്കിത് ബാറ്ററി ഫുള്ളാകാൻ സാധിക്കും. അതും കൂടാതെ ഇതിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് സിസ്റ്റം ഉണ്ട്. 10 വാട്ട്സാണ് ഇതിൽ ആ ഒരു റിവേഴ്സ് വയർലെസ് ചാർജിങ് സിസ്റ്റത്തിൽ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ഫോൺ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു 10 വാട്ട്സ് വരെ ചാർജിങ് സപ്പോർട്ടുള്ള വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള ഫോൺസൊക്കെ നമുക്കിതിലൂടെ ചാർജ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് ആ ഒരു ഫോണും കൂടി നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ക്യാമറ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 108 മെഗാപിക്സലിൻ്റെ മെയിൻ ലെൻസ്, അതായത് f1.9 ആണ് ഇതിൻ്റെ അപ്പാച്ചർ വരുന്നത്. 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും 5 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ 20 മെഗാപിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെ നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ഔട്ട്പുട്ടാണ് നമുക്കിതിലൂടെ ലഭിക്കുന്നത്. 8K വീഡിയോ വരെ നമുക്കിതിൽ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതും 8Kയിൽ 24 ഫ്രെയിം സെക്കൻഡും അതുപോലെ 30 FPS നമുക്കിതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാമ്പിൾസും കാര്യങ്ങളും കൊടുക്കാം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രത്തോളം നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസുമാണ് നമുക്കിതിൽ നിന്ന് ഔട്ട്പുട്ടായി ലഭിക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നൈറ്റ് പെർഫോമൻസും കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് രാത്രി കാലങ്ങളിലും എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. ഓവറോൾ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് MA11ൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ MA11ൻ്റെ ക്യാമറ ഇൻ്റർഫേസ്. ഇത് അൾട്രാ വൈഡ്, 2x, 5x, 10x അപ് ടു 30x വരെ നമുക്കിതിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഇനി മറ്റുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മോറിൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാം ഒന്നും ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഈ ക്യാമറ അല്ലെങ്കിൽ MA11ൻ്റെ ക്യാമറ റിവ്യൂ സെപ്പറേറ്റ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ നമുക്ക് MA11ൻ്റെ ക്യാമറയെക്കുറിച്ച് മാത്രം ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇത് MA11ൽ എടുക്കുന്ന 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് 4Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 8Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. 8Kയിൽ തന്നെ നമുക്ക് 24 ഫ്രെയിം സെക്കൻഡും ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. കയ്യിലാണുള്ളത്, എക്സ്റ്റേണൽ മൈക്കോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം വളരെ മികച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ MA11ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്റ്റെബിലൈസേഷൻ നമുക്ക് കിട്ടും. വലിയ രീതിയിലുള്ള ഷേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവുമാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഒന്ന് പരിശോധിക്കാം. Snapdragon 888 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. Adreno 660 ആണ് ഇതിൻ്റെ GPU വരുന്നത്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള പ്രൊസസ്സറും GPUമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഒന്ന് പരിശോധിക്കാം, എത്രത്തോളം മികച്ച രീതിയിൽ നമുക്കിത് പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന്.
Back up. Target down. I'm hurt. Ready for deployment. Usher killer drone ready for deployment. Stay close. Fight harder. Taking the lead. Predator missile on standby. Target down. Reload. I'm hurt. Watch out! Tiger down! Enemy contact! Enemy down! Dig back up! Enemy down! ഞാൻ ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഗെയിം കളിച്ചു. അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. വലിയ ഹീറ്റിങ്ങും കാര്യങ്ങളും ഇല്ല. ഒരു നോർമലി ഒരു ഇത്രയും നേരം കളിച്ചുള്ള രീതിയിലുള്ളൊരു ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഡിസ്പ്ലേ WQHD+ ആയതുകൊണ്ട് തന്നെ ആ ഒരു വിഷ്വൽ ക്വാളിറ്റിയും ഗ്രാഫിക്സും ഗെയിമിംഗ് പെർഫോമൻസും സ്മൂത്ത്നെസ്സും ഒക്കെ വേറെ ഒരു ലെവലാണ്. അപ്പോൾ ശരിക്കും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 കൂടിയിട്ടുള്ളൊരു ഫോണായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ ആ ഗെയിമിങ്ങിലൊന്നും ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം ഇതിൻ്റെ ഇഷ്ടപ്പെട്ടതിൻ്റെ ഈ ഒരു സൗണ്ടാണ്. ഈ ഒരു ഫുൾ സൗണ്ടിൽ നമ്മൾ ഈ ഒരു ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അപ്പം ഗെയിമേഴ്സിനൊക്കെ പറ്റിയൊരു മൊബൈൽ തന്നെയാണ് MI11. അപ്പോൾ MI11ൻ്റെ പ്രൈസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഖത്തറിൽ ഇതിന് 8GB + 128GB മെമ്മറി വേർഷൻ വരുന്നത് 2599 ഖത്തർ റിയാലാണ്, ഏകദേശം ഇന്ത്യയുടെ 52,000 രൂപ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് MI11 എന്ന് നിസ്സംശയം പറയാം. കീ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൊസസ്സറാണ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള പ്രൊസസ്സറിലൊന്നായ സ്നാപ്ഡ്രാഗൺ 888 ആണ് ഈ ഒരു പ്രൊസസ്സറായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Adreno 660 ആണ് ഇതിൻ്റെ GPU. അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ പക്കയാണ്. പിന്നെ 108 മെഗാ ക്യാമറയുണ്ട്, ഹർമൻ കാർഡിൻ്റെ സ്പീക്കർ ഉണ്ട്, അതുപോലെ WQHD+ റെസൊല്യൂഷൻ 2K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട ഒരു സ്മാർട്ട് ഫോണാണ് MI11. നിങ്ങളുടെ പ്രൈസ് റേഞ്ച് ഒരു 2600 ഖത്തർ റിയാലാണ് നിങ്ങളുടെ ബജറ്റെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ കൂടി നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ MI11 5Gയുടെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. ഇതുപോലുള്ള മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.